ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ അത്തി എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ആണ്. ഈ അത്തി നമ്മൾ വെച്ചിട്ടും ഏകദേശം 2 വർഷത്തോളം ആയ അത്തിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് പ്രൂൺ ചെയ്ത് വിട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രാഞ്ചസുകൾ ഈ അത്തിയിൽ ഉണ്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇത് നിറയെ കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കായയുടെ നിപ്പുണ്ട് പറിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതിൽ 1, 2, 3, 4 ഇങ്ങനെ 4 കായ ഇവിടെയുണ്ട്. അതുപോലെ ഒരു കായ ഈ കമ്പയിലും ഒരു കായായിട്ട് നിപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഈ അത്തിയുടെ ഈ കാ നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഇതുപോലെ പൊട്ടി നിൽക്കുന്നുണ്ടോ. ഏകദേശം ഒരു വിളവെടുപ്പാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഇതിങ്ങനെ ചുവന്ന് ചെറുതായിട്ട് പൊട്ടി നിൽക്കും. അതുപോലെ ഇത് ഞെക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് ഞെങ്ങുകയുള്ളൂ. അപ്പോൾ ഇത് പറിക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതൊന്ന് പറിക്കുകയാണ്. ഇതുണ്ട്, ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. അടർത്തുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊരു ചെറിയ കറ പോലെ താഴോട്ട് വീഴുന്നുണ്ട് അത്തിയുടെ. അവിടെ നമ്മൾ പയ്യെ ഒന്ന് കൈക്ക്, അല്ല കത്തി ഉണ്ടെങ്കിൽ കത്തിക്ക് കളയാൻ പറ്റും. അത് കൈക്ക് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. ഈ അത്തിപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മനുഷ്യന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. പ്രായം അറിയാതിരിക്കാൻ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അത്തിപ്പഴം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായമൊക്കെ കുറഞ്ഞ് ഇരിക്കും. എപ്പോഴും നല്ല ഗ്ലാമറായിട്ടിരിക്കാൻ നമുക്ക് അത്തിപ്പഴം കഴിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്തെ അവസ്ഥ. പൊട്ടിച്ച് കഴിയുമ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല ഒരു കളറാണ് ഇതിനകത്ത്. ഇനി ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഈ തൊലി കൂട്ടി നമുക്ക് കഴിക്കാം. ഇതിന് ഒരുവിധം മധുരമുണ്ട്. എന്നാൽ ഓവർ മധുരമൊന്നുമല്ല. നമുക്ക് കഴിക്കാൻ പാകത്തിന് നല്ലൊരു മധുരമാണ് ഇതിന്. ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചാൽ ഇത് നമുക്ക് ഇതുപോലെ വിഷമില്ലാതെ ഇടയ്ക്ക് കയറി പറിച്ച് കഴിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.